അവസാനിക്കുന്നു. 15 മൂസ അലൈഹിസ്സലാം. ഏറ്റവും മഹത്തായ പ്രവാചകന്മാരിൽ ഉലുൽ അസ്മ് ഒരാളാണ് മൂസ അലൈഹിസ്സലാം. ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ജനനം അവർ ഈജിപ്തിൽ അടിമകളായിരുന്ന സമയത്തായിരുന്നു. ബനു ഇസ്രായേലിൽ നിന്നുള്ള ഒരു കുട്ടി തന്റെ സിംഹാസനത്തിന് ഒരു ദിവസം ഭീഷണിയാകുമെന്ന് അന്നത്തെ ഫറോവയ്ക്ക് മുന്നറിയിപ്പ് ലഭിച്ചു. അതിനാൽ ആ സമുദായത്തിലെ എല്ലാ നവജാത ശിശുക്കളായ ആൺകുട്ടികളെയും കൊല്ലാൻ അദ്ദേഹം ഉത്തരവിട്ടു. മൂസയുടെ മാതാവിന് അല്ലാഹു പ്രചോദനം നൽകി, അവന് മുല കൊടുക്കുക, അവനെക്കുറിച്ച് നിനക്ക് ഭയം തോന്നുമ്പോൾ അവനെ നദിയിലിടുക, നീ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. തീർച്ചയായും നാം അവനെ നിനക്ക് തിരികെ നൽകുകയും അവനെ പ്രവാചകന്മാരിൽ ഒരാളാക്കുകയും ചെയ്യും. സൂറത്തുൽ ഖസസ് 28:7. കുഞ്ഞിനെ നൈൽ നദിയിൽ വച്ചു ഫറോവയുടെ ഭാര്യയായ ആസിയ കണ്ടെത്തി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അല്ലാഹു വാഗ്ദാനം ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മാതാവിനെ മുലയൂട്ടുന്ന പരിചാരികയായി കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഫറോവയുടെ കൊട്ടാരത്തിലാണ് മൂസ അലൈഹിസ്സലാം വളർന്നത്. അബദ്ധവശാൽ ഒരു ഈജിപ്തുകാരനെ കൊന്ന ശേഷം അദ്ദേഹം മദ്യനിൽ രക്ഷപ്പെട്ടു. അവിടെ പ്രവാചകൻ ശുഐബിന്റെ മകളെ വിവാഹം കഴിച്ചു. തൂർ പർവ്വതത്തിൽ വച്ച് അല്ലാഹു മൂസായ്ക്ക് പ്രവാചകത്വം നൽകി. ബനൂ ഇസ്രായേലിനെ വിട്ടയക്കാനും അല്ലാഹുവിൽ വിശ്വസിക്കാനും ആവശ്യപ്പെട്ട് ഫറോവയുടെ അടുത്തേക്ക് പോകാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു. അദ്ഭുതമായി അദ്ദേഹത്തിന്റെ വടി പാമ്പായി മാറുമായിരുന്നു. അദ്ദേഹം കൈ നെഞ്ചോട് ചേർക്കുമ്പോൾ അത് തിളക്കമുള്ളതും പ്രകാശിക്കുന്നതുമായി പുറത്തുവരും. ഈ അടയാളങ്ങളോടെ അദ്ദേഹം ഫറോവയുടെ അടുത്തുപോയി. ഫറോവ സന്ദേശം നിഷേധിക്കുകയും മൂസായെ വെല്ലുവിളിക്കുകയും സ്വയം ദൈവമെന്ന് വിളിക്കുകയും ചെയ്തു. അദ്ദേഹം മൂസായെ മന്ത്രവാദി എന്ന് കുറ്റപ്പെടുത്തുകയും പരസ്യമായി തോൽപ്പിക്കാൻ തന്റെ മന്ത്രവാദികളെ മുഴുവൻ കൂട്ടിച്ചേർത്തു. എന്നാൽ മൂസ തന്റെ വടിയെറിഞ്ഞപ്പോൾ അതവരുടെ എല്ലാ കള്ളത്തരങ്ങളെയും വിഴുങ്ങുന്ന ഒരു വലിയ പാമ്പായി മാറി. മന്ത്രവാദികൾ ഞെട്ടുകയും ഉടൻ തന്നെ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഫറോവ അവരെ കൊന്നുകളഞ്ഞു. തുടർന്ന് ബനൂ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകാൻ അല്ലാഹു മൂസായോട് കൽപ്പിച്ചു. ഫറോവ ഒരു വലിയ സൈന്യവുമായി അവരെ പിന്തുടർന്നു. അവർ കടലിലെത്തിയപ്പോൾ മൂസ പറഞ്ഞു, എന്റെ രക്ഷിതാവ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. സൂറത്ത് ശുആറ 62. തന്റെ വടികൊണ്ട് കടലിൽ അടിക്കാൻ അല്ലാഹു മൂസയോട് പറഞ്ഞു. കടൽ രണ്ടായി പിളർന്നു. ഇസ്രായേലിയർ സുരക്ഷിതമായി കടന്നുപോയി. ഫറോവയുടെ സൈന്യം അവരെ പിന്തുടർന്നപ്പോൾ കടൽ അടഞ്ഞുകയും അവർ മുങ്ങിമരിക്കുകയും ചെയ്തു. അല്ലാഹു പറഞ്ഞു, നിനക്ക് ശേഷമുള്ളവർക്കൊരടയാളമായിരിക്കാൻ വേണ്ടി ഇന്നു നിന്റെ ശരീരം നാം സംരക്ഷിക്കും. സൂറത്ത് യൂനുസ് 92. പിന്നീട് മൂസായെ തൂർ പർവ്വതത്തിലേക്ക് വീണ്ടും വിളിക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് തൗറാത്ത് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം പോയപ്പോൾ സാമിരിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ആളുകൾ തങ്ങളുടെ ആഭരണങ്ങൾ കൊണ്ടൊരു സ്വർണ്ണക്കിടാവിനെ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. മൂസ തിരിച്ചുവന്നത് കണ്ടപ്പോൾ വളരെ ദേഷ്യപ്പെടുകയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് സ്വാമിരിക്ക് ഭയങ്കര ശിക്ഷ ലഭിക്കുകയും ജനങ്ങൾ പശ്ചാത്തപിക്കുകയും ചെയ്തു. തന്റെ ജീവിതത്തിലുടനീളം മൂസ അല്ലാഹുവിന്റെ കൽപ്പനകൾ ബനൂ ഇസ്രായേലിനെ പഠിപ്പിച്ചു. അവരുടെ നിരന്തരമായ പരാതികളോടും നന്ദികേടിനോടും അദ്ദേഹം വലിയ ക്ഷമ കാണിച്ചു. വിശുദ്ധനാട്ടിൽ പ്രവേശിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ 40 വർഷത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് അവർ വിലക്കപ്പെട്ടു. സൂറത്തുൽ മായിദ 26. മൂസ മരുഭൂമിയിൽ വച്ചാന്തരിച്ചു. അദ്ദേഹത്തിന്റെ കബറിടം എവിടെയാണെന്ന് ഖുർആൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരം ബൈത്തുൽ മഖ്ദിസിനടുത്ത് മാറ്റിയെന്ന് ഹദീഥുകൾ സൂചിപ്പിക്കുന്നു. 16. ഹാറൂൺ അലൈഹിസ്സലാം. ബനൂ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനും മൂസ അലൈഹിസ്സലാമിന്റെ സഹോദരനുമാണ് ഹാറൂൺ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് മൃദുവായ മനസ്സും വ്യക്തമായ സംസാരവുമുണ്ടായിരുന്നു. സംസാരത്തിൽ മൂസായേക്കാൾ നന്നായി കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഈജിപ്തിൽ ജനിച്ചു. ഫറോവയുടെ അടിച്ചമർത്തലിലാണ് വളർന്നത്. മൂസ അലൈഹിസ്സലാമിന് പ്രവാചകത്വം ലഭിച്ചപ്പോൾ ഹാറൂണിനെയും പ്രവാചകനായി തിരഞ്ഞെടുത്തു. സത്യമതം പ്രസംഗിക്കാൻ മൂസായോടൊപ്പം ഫറോവയുടെ അടുത്തേക്ക് പോയി. അവർ ബനോ ഇസ്രായേലിനോടൊപ്പം ഈജിപ്ത് വിട്ട് ചെങ്കടൽ കടന്ന ശേഷം മൂസ തൂർ പർവ്വതത്തിലേക്ക് പോയി. ആ സമയത്ത് ഹാറൂൺ ജനങ്ങളെ നയിച്ചു. എന്നിരുന്നാലും ആളുകൾ സാമിരിയാൽ വഴിതെറ്റിക്കപ്പെടുകയും സ്വർണ്ണക്കിടാവിനെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഹാറൂൺ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അദ്ദേഹത്തിന് അവരെ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നിരവധി വർഷങ്ങൾ മരുഭൂമിയിൽ തന്റെ ആളുകളോടൊപ്പം താമസിച്ചു. മൂസായ്ക്ക് മുമ്പ് അന്തരിച്ചു. അദ്ദേഹത്തെ ജബൽ ഹാറൂൺ എന്നറിയപ്പെടുന്ന ഒരു പർവ്വതത്തിൽ അടക്കം ചെയ്തുവെന്ന് പറയപ്പെടുന്നു. 17. ദാവൂദ് അലഹിസ്സലാം. ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനും രാജാവുമായിരുന്നു ദാവൂദ് അലഹിസ്സലാം.
അദ്ദേഹം യാക്കൂബ് അലഹിസ്സലാമിന്റെ കുടുംബത്തിൽ നിന്നുള്ളവനും സുലൈമാൻ അലഹിസ്സലാമിന്റെ പിതാവുമായിരുന്നു. അദ്ദേഹം ജെറുസലേമിൽ ജനിക്കുകയും ജീവിക്കുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന് സബൂർ എന്ന ഗ്രന്ഥം നൽകപ്പെട്ടു. അദ്ദേഹത്തിന് വളരെ മനോഹരവും ശക്തവുമായ ശബ്ദമുണ്ടായിരുന്നു. താലൂത്തിന്റെ സൈന്യത്തിൽ അദ്ദേഹം പോരാടുകയും ജാലൂത്തിനെ കൊല്ലുകയും ചെയ്തു. ഇത് അദ്ദേഹത്തെ രാജാവാക്കാൻ കാരണമായി. അദ്ദേഹം നീതിയോടെ ഭരണം നടത്തി. ജെറുസലേമിനെ തലസ്ഥാനമാക്കി നിരവധി ദേശങ്ങൾ കീഴടക്കി. തീയില്ലാതെ ഇരുമ്പിനെ രൂപപ്പെടുത്താനുള്ള കഴിവ് അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളിലൊന്നായിരുന്നു. അദ്ദേഹം പകലുകളിൽ നോമ്പെടുക്കുകയും രാത്രിയിൽ ആരാധന നടത്തുകയും ചെയ്യുമായിരുന്നു. ഖുറാന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തെ പരാമർശിക്കുന്നു. 18. സുലൈമാൻ അലിഹിസ്സലാം. ദാവൂദ് അലിഹിസ്സലാമിന്റെ മകനായ സുലൈമാൻ അലിഹിസ്സലാമിന് അള്ളാഹു വലിയ അറിവും അതുല്യമായ ശക്തിയും വിശാലമായ രാജ്യവും നൽകി. കാറ്റിനെയും മൃഗങ്ങളെയും ജിന്നുകളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നീതിമാനായ ഭരണാധികാരിയും പ്രവാചകനുമായി ഖുറാൻ അദ്ദേഹത്തെ വിവരിക്കുന്നു. അദ്ദേഹം ജെറുസലേമിനടുത്താണോ ജനിച്ചത്? കാറ്റും മൃഗങ്ങളും അദ്ദേഹത്തിന്റെ കൽപ്പനയിലായിരുന്നു. അദ്ദേഹം ജ്ഞാനത്തോടെ ഭരണം നടത്തുകയും മസ്ജിദുൽ അക്സ പൂർത്തിയാക്കുകയും അറിവിനെയും കലയെയും പിന്തുണയ്ക്കുകയും ചെയ്തു. കൊട്ടാരങ്ങളും കോട്ടകളും പ്രതിമകളും നിർമ്മിക്കാനും മുട്ടുകൾ കൊണ്ടുവരാൻ കടലിൽ മുങ്ങാനും അദ്ദേഹത്തിന്റെ രാജ്യത്ത് സേവനം ചെയ്യാനും ജിന്നുകൾ അദ്ദേഹത്തിനായി പ്രവർത്തിച്ചു. ഹുദ്ഹുദ് പക്ഷി ഷേബയിലെ ആളുകൾ ഉൾപ്പെടെ സൂര്യനെ ആരാധിക്കുകയാണെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. സുലൈമാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ബൽക്കീസ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം അവളുടെ സിംഹാസനം തൽക്ഷണം അവിടെ എത്തിച്ചു. കൊട്ടാരത്തിലെ അത്ഭുതങ്ങൾ കണ്ട ശേഷം അവൾ പറഞ്ഞു, എന്റെ നാഥ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. സൂറത്തുൻ നമിൽ 44. സുലൈമാൻ കാറ്റിൽ സഞ്ചരിക്കുകയും മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കുകയും ചെയ്തു. മൃഗങ്ങളെയും ജിന്നുകളെയും അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം തന്റെ ഊന്നുവടിയിൽ ചാരി നിന്നുകൊണ്ട് മരിച്ചു. ആ വടി ഒടിയുന്നതുവരെ അദ്ദേഹത്തിന്റെ മരണം ആരും അറിഞ്ഞില്ല. ഇത് ജിന്നുകൾക്ക് അവർക്ക് അദൃശ്യമായത് അറിയില്ല എന്ന് കാണിച്ചു കൊടുത്തു. വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ബൈത്തുൽ മഖ്ദസിനടുത്ത് ജെറുസലേമിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ കബറിടം ആ പ്രദേശത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 19. ഇല്യാസ് അലഹിസ്സലാം. ഇന്നത്തെ ലബനൻ പ്രദേശത്തെ ബനൂ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഇല്യാസ് അലഹിസ്സലാം. അദ്ദേഹം ഹാറൂൺ അലഹിസ്സലാമിന്റെ കുടുംബത്തിൽ നിന്നുള്ളവനായിരുന്നു എന്ന ചില വിവരങ്ങൾ പറയുന്നു. അന്നത്തെ ഇസ്രായേലിയർ ബാൽ എന്നൊരു വ്യാജദൈവത്തെയാണ് ആരാധിച്ചിരുന്നത്. ഇല്യാസ് അവരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ക്ഷണിച്ചു. പക്ഷേ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. അതിന്റെ ഫലമായി ക്ഷാമവും ദുരന്തങ്ങളും ആരംഭിച്ചു. പിന്നീട് ആളുകൾ പശ്ചാത്തപിച്ചും വിശ്വസിച്ചും. അപ്പോൾ ഇല്യാസ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മഴ പെയ്ത് അനുഗ്രഹങ്ങൾ തിരിച്ചുവന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആളുകൾ വീണ്ടും വഴിതെറ്റിപ്പോയി. അവർ ഷിർക്കിലേക്കും അധാർമികതയിലേക്കും ബാലിന്റെ ആരാധനയിലേക്കും തിരിച്ചുപോയി. ഇല്യാസ് അവരെ വീണ്ടും മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇത്തവണ അവരുടെ നിഷേധം കൂടുതൽ ശക്തമായിരുന്നു. ഈ കാലയളവിൽ ഇല്യാസ് അലൈഹിസ്സലാം അലിയാസ എന്ന ഗ്രാമത്തിലെ ഒരു രോഗിയായ കുട്ടിയെ അത്ഭുതകരമായി സുഖപ്പെടുത്തി. അലിയാസ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ശേഷം പ്രവാചകനാവുകയും ചെയ്തു. ആളുകൾ കൂടുതൽ ധിക്കാരം കാണിച്ചപ്പോൾ ഇല്യാസ് അലൈഹിസ്സലാം തന്റെ ജീവിതത്തിന്റെ അവസാനത്തോടടുത്തു. അദ്ദേഹത്തിന് ശേഷം അലിയാസ അലൈഹിസ്സലാമിനെ അടുത്ത പ്രവാചകനായി തിരഞ്ഞെടുത്തു. 20. അൽ യസ.